ചെയ്യാറുണ്ടോ? വരും, നിസ്കരിക്കും, ഉസ്താദ് പറയും, ആമീൻ പറയും, പോകണമല്ലാതെ സ്വന്തമായിട്ടിരുന്നിട്ട് ദുആ ചെയ്യണം എത്ര പേരുണ്ട്? നമുക്ക് മടിയ, നമുക്ക് സമയമില്ല, പാവം പുറത്ത് അല്ല, കച്ചവടത്തിൽ ബർക്കത്ത് അല്ല, അതെല്ലാം ഉസ്താദിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുക്കും, നിങ്ങൾ ചെയ്തോളെ. നമുക്ക് ചെയ്യാൻ വയ്യ, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വയ്യ, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാൻ മടിയ, നമുക്ക് സമയമില്ല, പിശുക്കന്മാരാ നമ്മൾ. അല്ലാഹു അലം. സ്വന്തം കാര്യം പോലും റബ്ബിനോട് ചോദിക്കാൻ മനസ്സില്ലാത്തവർ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ രോഗവും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. കടവും പ്രാരാബ്ദങ്ങളും വരുമ്പോഴല്ലല്ലോ. നീ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് റബ്ബിനോട് പറ, പടച്ചോനെ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റിത്താ, എൻ്റെ രോഗം മാറ്റിത്താ, എൻ്റെ ഭാര്യയെ നന്നാക്ക്, എൻ്റെ മക്കളെ നന്നാക്ക്. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനോട് നീ ചോദിക്ക്. നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകണം. നമ്മളിങ്ങനെ അധികമായിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം മലക്കുകൾക്കറിയാം. മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്നു, അല്ലാഹ് സ്വീകരിക്ക റബ്ബേ. എൻ്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയൂ അത്രേ, സിറാജ അല്ലാഹ് ദുആ ചെയ്യണേ, കൊടുക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ. അത്രയുമൊരു ബന്ധം, അത്രയൊരു ബന്ധം. നമുക്കെന്ത് ബന്ധം? അല്ലാഹ് അവിടെ നിന്ന് പറയുമ്പോൾ ആമീൻ പോലും പറയുന്ന ഒരു ബന്ധമില്ല. ആമീൻ പോലും പറയുന്ന കണ്ടാൽ സങ്കടം തോന്നും, കഷ്ടം. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരമില്ലാത്ത ദുആ സൂക്ഷിക്കണം. ഉത്തരമില്ലാത്ത ദുആ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ച 4ാമത്തെ കാര്യം, ഉത്തരമില്ലാത്ത ദുആയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഇന്ന് പഠിച്ചത് 3 കാര്യങ്ങൾ പഠിച്ചു. മാഷാ അല്ലാ എന്ന് പറയുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നു. മാഷാ അല്ലാ ലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ അല്ലാഹു നിനക്ക് നൽകിയ നിഅമത്ത് മരിക്കും നിലനിർത്തി തരുന്നു. മാഷാ അല്ലാ എന്ന് നീ പറയാതെ വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് പഠിച്ചു. അല്ലാഹു കാക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് പറയണം. അല്ലാഹുവേ, പടച്ചവനെ, പ്രയോജനമില്ലാത്ത അറിവ്, അതുപോലെ നിന്നെ പേടിയില്ലാത്ത ഹൃദയം, അല്ലാഹുവേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു മനസ്സ്, 4 ഉത്തരമില്ലാത്ത ദുആ. ഈ 4 കാര്യങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.